ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 4 ആൾക്കാരെയാണ് പരിചയപ്പെടുത്താൻ പോണേ. കേസ് നമ്പർ 1 ഇത് ആൺകുട്ടിയാണ്, ഓൾറെഡി വിറ്റു. ഇവരാണ് രണ്ടാമത്തെ ആണ്. 600 യൂറോണ് ഈ സാധനത്തിന്റെ വില. അമ്മച്ചി. കേസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. എന്റെ കണ്ണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ണ് രീതിയില്ല. ഒരെണ്ണം ബ്ലൂ ഒരെണ്ണം ഗ്രീനാ. കോങ്കണ്ണല്ല, ആൾക്ക് ഒരെണ്ണം അമ്മയുടെയും ഒരെണ്ണം അപ്പന്റെ കിട്ടിയാണ്. മൈജയ്ക്ക് ഇരിക്കണ്ടല്ലോ. ആളാണ് ഏറ്റവും ക്യൂട്ടിട്ട്. പക്ഷെ ആളാണ് എല്ലാവർക്കും ഇഷ്ടമായ. കുറെ പേര് വാങ്ങാൻ വന്നപ്പോ ഇഷ്ടകാളയാ. ഒരാഴ്ച കൂടി ഉള്ളു ഞങ്ങളുടെ ഒപ്പം. അത് കഴിഞ്ഞ് ഞങ്ങള് പോവും. ടാറ്റ പറഞ്ഞേ. നോക്കടി, നോക്ക്. ആളൊരു പുലിക്കുട്ടിയാണ്, ഒരു കടുവ. ആളെ എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ആള് ഭയങ്കര എനർജിയാ, ഭയങ്കര എനർജി. അതുകൊണ്ട് ആൾക്ക് അധികം എല്ലാവർക്കും അങ്ങോട്ട് കാണാനൊക്കെ ഇഷ്ടമായി. പക്ഷെ ആളെ എടുക്കാനൊരു മടി. അപ്പൊ നമ്മള് ചിലപ്പോ ഇതിനെ അങ്ങോട്ട് നോക്കടി കേട്ടോ, നോക്കടാ കേട്ടോ. ആടാണ് ആള്, ആൺകുട്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ സോന, 3 എണ്ണത്തിന്റെ അമ്മച്ചി, അല്ലെങ്കിൽ തള്ളപ്പൂച്ച. പെട്ടെന്ന് സോണ്ടൊക്കെ ഇറക്കി വിടുന്ന പറഞ്ഞിട്ട് തിന്നിട്ടിരിക്കാള്. പൊക്ക നമ്മുടെ ആള് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനത്തി വരുന്നതാണ് പൂച്ച. 3 മാസം പ്രായമുള്ളപ്പോഴാണ് നമ്മൾ ആളെ ഇവിടെ ഓൺലൈനിൽ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ eBay Klein എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാട്ടിലെ OLX ഒക്കെ പോലത്തെ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ആളെ മേടിക്കണേ. 400 യൂറോ ഏകദേശം ആൾക്ക് 2023 ജനുവരിയിൽ വാങ്ങിയ നാട്ടിലെ ഒരു 36,000 രൂപ വരും. നമ്മൾ ചെന്ന് പോയെടുത്ത സമയത്ത് അമ്മയുടെ അടുത്തുനിന്ന് എടുത്തപ്പോൾ ആള് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ആള് അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മൊത്ത സമയം. 3 മാസമായ പൂച്ചകൾക്കൊരു വാക്സിനേഷൻ ഉണ്ട്. അത് നമ്മൾ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 60 യൂറോയായി. പിന്നെ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർമാർ പറയും കാസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയും. പക്ഷെ അത് മസ്റ്റ് അല്ല ശരിക്കും. അത് അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാ. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ചെയ്യാം. അത് ചെറുപ്പത്തിലെ തൊട്ട് ഞങ്ങള് ഈ നനഞ്ഞ വെറ്റ് ഫുഡാണ് കഴിച്ച് ശീലിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ആളിപ്പോ അമ്മയായി, എന്നാലും ആള് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നനഞ്ഞ ഫുഡാണ്. ഇതുവരെ ഡ്രൈ ഫുഡിലേക്ക് അങ്ങോട്ട് ആള് ആയിട്ടില്ല. ഇതുവരെ കൊടുത്താലും ഇഷ്ടമാണല്ലോ ആൾക്ക്. എനിക്ക് പൂച്ചനെ അധികം ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ റീൽസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പൂച്ചകളുടെ. പിന്നെ ഇവളുടെ കളി ഇതൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്ക് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പൂച്ചകൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ കാണുന്നത്. ഇവള് ഇതുപോലെ തന്നെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളൊരു തവണ വാഷിംഗ് മെഷീനിൽ കയറി ഞങ്ങൾ ഓൺ ചെയ്തു. അങ്ങനെ ഒരു 4 മിനിറ്റ് ഇരുന്ന് അതിൽ അടിച്ചു വന്നിട്ട് പിന്നെ ആളെ കാണാണ്ടായപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ ഒരാൾ കിടന്നിട്ട് ചാടിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഒരാൾ ചാടിക്കൊണ്ടിരിക്കുക വെള്ളത്തിൽ തന്നെ. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അന്ന് രാത്രി തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ജസ്റ്റ് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി ഒരു 200 യൂറോ പൊട്ടി. പുള്ളിക്കാരുടെ ഒരു കൗതുകം കാരണം കൊണ്ട് നമ്മുടെ പോയത് ഒരു 18,000 രൂപയാണ്. ഇതുപോലത്തെ കുറുമ്പുകൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ പൈസലോളത് ആകെ ഇത് മാത്രമാണ് ആള് ചെയ്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവര് എവിടെ ആയിരിക്കും അറിയില്ല. നമ്മൾ പെട്ടെന്ന് തിരിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പിന്നി തന്നെ നിൽക്കണ്ടാവും. അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടെ ഒക്കെ വന്നേക്കും കിടന്നുറങ്ങാൻ പറ്റുങ്ങള്. നമ്മളിപ്പോ എനിക്കുമ്പോൾ നോക്കി എനിക്കണം. അല്ലെങ്കിൽ കാലൊക്കെ വീട്ടിലുള്ള മേത്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവിടെ ചതഞ്ഞറിയും. ഈ ചൂടെടുക്കുന്നതുകൊണ്ടാണ് പട്ടികളൊക്കെ നാക്കിങ്ങനെ പുറത്തിടണേ. നാക്കുമ്മ കൂടെയാണ് അവർക്ക് വേർക്കുക. പൂച്ചകളും ചെയ്യും. ഞങ്ങൾക്കത് ഞാൻ ആദ്യമായിട്ടാ കാണണേ. വരും കുറച്ച് പേഷ്യൻസ് ഇപ്പൊ വരും. കുറച്ച് തണുപ്പ് വരും. കാറ്റിട്ട് നോക്കുന്നത് ഇവിടെ പിള്ളേരുണ്ടായതിനു ശേഷമാണ് നമ്മുടെ ആളൊന്ന് ഒതുങ്ങിയത്. സോന അങ്ങോട്ട് ശരിക്കും ഒതുങ്ങി. കാരണം ആള് ശരിക്കും ഒരു അമ്മ പോലെയായി. അധികം വലിയ കളിയൊന്നും ഇല്ല. പിള്ളേർ കളിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നോക്കിയിരിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇടയ്ക്ക് പോയി സഹായിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ തല്ലുകൂടാണെങ്കിൽ പോയിട്ട് ശരിക്കും ചിലപ്പോൾ പോയി തല്ലൊക്കെ ചെയ്യാറുണ്ട് സോന. ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഒന്ന് പറഞ്ഞു തരുന്നിട്ട് കാണിക്കണേന്ന് അവിടെ
രണ്ടിട്ട് കളിയാ. പിന്നെ ടോയ്ലറ്റ് നമ്മൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റാണ്, അതിൽ സാൻഡ് ഇട്ടിട്ട് അവരത് ചെയ്യും. നമ്മൾ ഒരു തവണ കാണിച്ചു കൊടുത്താൽ മതി. പിള്ളേർക്ക് നമ്മൾ കാണിച്ചൊന്നും കൊടുത്തില്ല, അത് അമ്മ തന്നെയാണ് കാണിച്ചു കൊടുത്തല്ലോ അതൊക്കെ ചെയ്തത്. അമ്മയെന്ന് പറഞ്ഞതൊക്കെ അവിടെ പിള്ളേർ തല്ലുകൂടാ. നിനക്കൊന്ന് പോയി ഉപദേശിച്ചൂടെ? എന്താണ് എന്റെ അമ്മയൊന്നും ഇങ്ങനെ എഴുതില്ലല്ലോ. അത് ഏതല്ലോ ഇവിടെ ഒന്ന് പോയി ഒന്ന് തട്ടി മാറ്റ്. തട്ടയാൻ നോക്കുന്നീന്ന് പോയിട്ട് നിന്നോടെ പറയണത്. നോക്കിയേ അമ്മേനെ തൊട്ടോണ്ടെങ്കിൽ വരും ഇനി പിള്ളേര് തല്ല. മൂട്ടിൽ വെച്ചിട്ടുള്ളതാ, കട്ട പിടിക്കും മണ്ണ്. ചെറിയൊരു നാട്ടിലുണ്ട്. സാധാരണ ടോയ്ലറ്റിലേക്കാണ് നല്ലത്, കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ പോകും. എന്നിട്ടെന്നെ കഴിഞ്ഞില്ലേ? ഇതിൽ നമ്മുടെ ബ്രൗണിയാണ് ഏറ്റവും വലിയ എനർജി ഉള്ള ഒരാള്. ആളാണ് എപ്പോഴും ഫുൾ കളിയും എല്ലാമായിട്ട് നിൽക്കുന്ന ആളാണ്. ആൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആള് കഴിഞ്ഞിട്ടുള്ള ബാക്കി രണ്ടെണ്ണം. അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ ഒരു പുന്നാര മോനാണ് ഈവൻ. പിന്നെ ഫുഡ് കൊടുക്കണ സമയത്ത്, പിള്ളേർക്ക് ഫുഡ് കൊടുക്കണ സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇത് അമ്മയ്ക്കാണോ അത് പിള്ളേർക്കാണോ എന്ന് അമ്മയ്ക്ക് കൺഫ്യൂഷൻ വരും, സോനയ്ക്ക് കൺഫ്യൂഷൻ വരും. പാളൊന്നും തിന്നും. പാള് എപ്പോഴും തിന്നാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആളെ ഒരു തവണ ഇങ്ങനെ പൂട്ടിടാൻ തുടങ്ങിയ ആളെ. പിന്നെ വെള്ളം വേറെ സെപ്പറേറ്റ് വെച്ച് കൊടുത്താൽ ഒരു കുടിക്കില്ല. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫുഡിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റക്കായി പോയി നീ നോക്കിയേ. ഇങ്ങോട്ട് നോക്ക്, ഹെലികോപ്റ്ററോ. പിന്നെ ഇതാണ് സോനനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടുമ്മ മൊത്തം കാണാം, മൊത്തം രോമങ്ങളാണ്. അപ്പം ഇതുപോലത്തെ ഒരു ബ്രഷ് വേണം. ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ ഈരണം, ഈരി ആ മുടിയൊക്കെ കളയണം, അല്ലെങ്കിൽ എല്ലായിടത്തും ഇതുപോലെ മുടിയായിരിക്കും. ഈ കാണുന്നത് ഫോട്ടോഷൂട്ടാണ്, അഡ്വർടൈസ്മെന്റ് ഇടാൻ വേണ്ടി. അഡ്വർടൈസ്മെന്റ് നമ്മൾ ടിയർ വെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലിട്ടത്. ഈ ബെക്ക്ലൈനിൽ ഇടാൻ പറ്റില്ലായിരുന്നു, കാരണം എന്തോ ലൈസൻസ് എന്തോ വേണമെന്നൊക്കെ പറയണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിയർ വെൽറ്റിലാണ് ഇട്ടത്. അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇരുത്തിയതാ. കുറച്ചു നേരം ഫോട്ടോ എടുക്കാൻ നോക്കി, എടുത്തു. അപ്പോഴേക്കും മറ്റുള്ള ഉറക്കം വന്ന് എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങി. പിള്ളേരെ അനക്കൊന്നും കേൾക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. ആള് വന്ന് പിള്ളേർ ഉറങ്ങാണോ നോക്കിയിട്ട് അവിടെ താഴെ ആളും ചുരുണ്ടുകൂടി അവിടെ കിടന്ന ആള്. ലേസർ അത് എന്നിട്ട് ഒരു എലിയാന്ന് തോന്നുന്നു. അഡ്വർടൈസ്മെന്റ് ഇട്ടതിന് ശേഷം ആദ്യം പോയത് നമ്മുടെ കറുമ്പനാണ്. ആള് നേരത്തെ പോയി. പെട്ടെന്ന് തന്നെ ആൾക്കാർ വിളിച്ചെടുക്കുന്നുണ്ട്. ഈ ബ്രിട്ടീഷ് ഹോട്ട് ഹെയറിന് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് എന്തായാലും വിറ്റ് പോകുന്നുണ്ട്. 3 പേരെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്ന് കറുമ്പനെടുത്തു. ഇന്ന് 2 ആള് ഇന്ന് കൊണ്ടുപോകും. കറുമ്പനെ കൊണ്ടതിന് ശേഷം അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ആളൊന്നും അങ്ങനെ എന്നിട്ട് പറയാം വിഷമൊന്നും കാണിക്കുന്നത് കണ്ടില്ല. ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരുന്നു. പക്ഷെ ആളോക്കെയാണ്. പടക്കങ്ങണ്ട് എന്നെ കൊണ്ട് പറ്റും. ഇനിയും പറ്റില്ല ഏട്ടാ, പറ്റുന്ന നീ നോക്ക്, ട്രൈ ചെയ്തീ പെറ്റുടി നിനക്ക്. ഓക്കെ, കുറച്ച് അത്രയും ശ്രമിച്ചല്ല മതി.
എനിക്ക് കൊച്ചത്തെ പയ്യെ താഴേക്ക് ഇറങ്ങി വന്നേ. അതന്നെ. നോക്കിക്കോ. അതാണ് അവിടുന്ന് കറങ്ങി കൊറേ സ്ഥലം ഇങ്ങനെ കറങ്ങി പോവും. ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നത് പെങ്കൊച്ചിനെയാണ്. പക്ഷെ ബാഗിൽ കയറിയിരിക്കുന്നത് അമ്മയും മോനാണ്. അതുകൊണ്ട് പെങ്കൊച്ചിനാണെങ്കിൽ ഒരു വലിയ താല്പര്യമൊന്നുമില്ല പോവാൻ. പക്ഷെ ഇളയതിന് ഭയങ്കര ഇഷ്ടമായി, ആൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. ആളതിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര എന്നിട്ട് പറയാ സുഖിക്കലായിരുന്നു. ഞാൻ അമ്മയോട് ബൈ പറഞ്ഞ് ആളെ ബാഗിലാക്കി അവർ കൊണ്ടുപോയി. ആള് നല്ലൊരു ലൈഫ് അവിടെ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ട്. അവിടെ വേറെ പൂച്ചകളൊക്കെ ഉണ്ട്. നീ എന്റെ മോളെ വിറ്റൂലേ? നിനക്ക് സന്തോഷായില്ലടാ. ഒരാളും കൂടി ഉള്ളു, അതും കൂടി ഉള്ളു. അത് ഇപ്പൊ പോവും, അരമണിക്കൂറിൽ പോവും. ഇപ്പൊ അത് നോക്കിയിരിക്കണേ. നമുക്ക് അടുത്ത സെറ്റ് റെഡി ആക്കണ്ടേ? നിന്റെ വായന വാഷിംഗ് മെഷീന്റെ കാര്യം വരലേന്ന് ആലോചിച്ചിരിക്കുന്നു. ആണോ? മലയാളത്തിലല്ലേ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവസാനത്തെ ആളെയും കൊണ്ടുപോകാനായിട്ട് ആള് വന്നു. ബാഗൊക്കെ നോക്കി മണത്തു, എല്ലാം റെഡിയാണ്, പോവാനൊക്കെ ഓക്കെ ആയി. എല്ലാവരും പോയി. അതിനെ അറിയിക്കാണ്ടിരിക്കാൻ, അവസാനത്തന്നെ കൊണ്ടുപോയത് അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടി തീറ്റ കൊടുക്ക പോയി. ശ്രദ്ധിക്കേണ്ട ആൾക്ക് മനസ്സിലാവണ്ടായിരുന്നു. മതി കഴിഞ്ഞത്. വിട്ട് ഇങ്ങനെ വീട്ടന്നെ ചേട്ടൻ എന്നിട്ട് കാണിക്ക. പട്ടി കളിച്ചാ ഞങ്ങളോക്ക്. പിള്ളേര് പോയതിനു ശേഷം ആള് വീണ്ടും കളിയൊക്കെ തുടങ്ങി. അമ്മയുടെ ആ ഒരു റോള് തീർന്നല്ലോ, ഇനിയിപ്പോൾ ആള് ഫുൾ കളിയായി. കറുമ്പിന് ഒരു ഏകദേശം 600 യൂറോ, ബാക്കി രണ്ടാള് 500 യൂറോ, അങ്ങനെ ഏകദേശം 1600 യൂറോയ്ക്കാണ് നമ്മൾ വിറ്റത്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് കിട്ടി. പിന്നെ സോനയ്ക്ക് മേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നാക്കിയതും ഇതേ ഇനത്തിൽപ്പെട്ട ഒരു ആൺപൂച്ചയുടെ അടുത്താണ്. അത് നമ്മൾ eBay ക്ലൈനിൽ തന്നെ നമ്മൾ നോക്കിയ അതിൽ 160 യൂറോ, ഏകദേശം ഒരു 15,000 രൂപ അതിനും ചെലവായി. പുള്ളിക്കാരിക്ക് വാക്യൂം ക്ലീനർ ഭയങ്കര പേടിയാണ്. അതിന്റെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആള് കഴിക്കുന്നത് ഒരു ജീവിയെന്നാ. അതാണ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചീറ്റണ ആള്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആള് വീണ്ടും ഒറ്റയ്ക്കായി, ഭയങ്കര ലോൺലിനെസ് ഉണ്ട് ആൾക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാളെയും കൂടി നമുക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യണേ. ഞാൻ അവർക്കൊരു കൂട്ടായിട്ട്, പൂച്ചകൾക്കൊരു കൂട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നേരം പോക്കുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇവിടെ ജർമ്മനിയിൽ പൂച്ചനെ വളർത്താൻ അല്ലെങ്കിൽ അതിനെ പറ്റിയ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.